അധ്യക്ഷ ശ്രീമതി സിന്ധു അനിൽകുമാർ അവർ, പ്രിയപ്പെട്ട ശ്രീ മാത്തക്കുട്ടി ഞാറുള്ള അവർ, പ്രിയ ശ്രീമതി ജാൻസി ബാബു അവർ, ആദരണീയനായ ജില്ലാ പഞ്ചായത്തിൻ്റെ അംഗം ശ്രീ ജോസ്മോൻ മുണ്ടക്കൽ അവർ, ശ്രീ ശങ്കർ EP ജില്ലാ കോർഡിനേറ്റർ മാനേജർ, പ്രിയപ്പെട്ട ശ്രീമതി ശ്രീലത ജയൻ, ശ്രീ ജേക്കബ് തോമസ്, ശ്രീമതി ജോബി ജോമി, ശ്രീ ബെന്നി വടക്കേരം, ശ്രീ രാജശേഖരൻ നായർ, ശ്രീമതി ടെസി രാജു, ശ്രീ മാത്തുക്കുട്ടി ആന്റണി, ശ്രീമതി സീമ പ്രകാശ്, ശ്രീമതി ജിസണ്ണി, ശ്രീ ജോർജ് തോമസ്, ശ്രീമതി ശാന്തി ബാബു, ശ്രീ KK രഘു, ശ്രീമതി ജീന ജോയ്, ശ്രീ ടോമി മാത്യു യുരഴിക്കൽ, ശ്രീ ജയമോഹൻ പത്തമ്പുരയ്ക്കൽ, അഡ്വക്കേറ്റ് പ്രദീപ് കുമാർ, ശ്രീ VP ഫിലിപ്പ്, ശ്രീ സജിത് മാത്യൂസ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. അതോടൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യമുക്ത നവകേരള പ്രഖ്യാപനമാണല്ലോ ഇന്നിവിടെ നടക്കുന്നത്. ഇവിടെ വരുവാനും ഞങ്ങളോടൊപ്പമായിരിക്കുവാനും സാധിച്ച് അതിയായ സന്തോഷം. അതുപോലെ തന്നെ ശുചിത്വ ഭവനം, സുന്ദര ഭവനം എന്ന പേരിൽ വിവിധ ആൾക്കാരെ ആദരിക്കുന്ന ചടങ്ങുകൾ ഇവിടെ നടക്കും. ഇന്ന് ഞങ്ങളോടൊപ്പം വിവിധ ആളുകൾ നമ്മുടെ പഞ്ചായത്തിൽ മികച്ച രീതിയിൽ ശുചിത്വ പ്രവർത്തനം നടത്തിയവരെ ആദരിക്കുന്നു. ഒപ്പം വീടുകൾ സംരക്ഷിച്ചവരെ ആദരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് നമ്മുടെ പഞ്ചായത്തിന്റെ മുന്നോട്ടുള്ള പാത എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. നാലാമത്തെ പഞ്ചായത്തിലാണ് മാലിന്യമുക്ത പ്രഖ്യാപനം നടക്കുന്നത്. ഇന്നലെ പൂരപ്പടയും മീനടമുണ്ടായിരുന്നു. അതുപോലെ തന്നെ അയർക്കുന്നം കഴിഞ്ഞു. നാലാമത്തേത്, അഞ്ചാമത് പുതുപ്പള്ളി നടക്കാൻ പോകുന്നു. എനിക്കൊന്ന് മണ്ണക്കാട് നടന്നെന്നാണ് തോന്നുന്നത്. കേരളം മുഴുവൻ മാലിന്യമുക്തമാവുന്നതോടൊപ്പം തന്നെ നമ്മുടെ 8 പഞ്ചായത്തുകൾ ആ പാതയിൽ പോകുന്ന കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രപിതാവ് കണ്ട വലിയൊരു സ്വപ്നം നമ്മുടെ രാജ്യം സ്വതന്ത്രമാകണം, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടണം, എല്ലാവരും തുല്യരായിരിക്കണം എന്നുള്ള വലിയ സ്വപ്നം അദ്ദേഹം കണ്ടു. ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. അദ്ദേഹം ഇറങ്ങി തിരിച്ചപ്പോൾ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരിക്കൽ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ സെഷന് പോയപ്പോൾ അദ്ദേഹത്തെ കൂവി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ആ മഹാത്മാവ് കണ്ടൊരു സ്വപ്നം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമാണ്. അദ്ദേഹം ആ സ്വാതന്ത്ര്യം നേടിയെടുത്തിട്ടാണ് അദ്ദേഹത്തിന്റെ ജീവൻ പോയത്. അദ്ദേഹം കണ്ട മറ്റൊരു സ്വപ്നം, ഈ രാജ്യത്ത് അനാചാരങ്ങൾ ഉണ്ടാകരുത്, അയിത്തം ഉണ്ടാകരുത്, എല്ലാവരും തുല്യരായി ജീവിക്കണം, സാമൂഹിക വ്യവസ്ഥയിൽ മാറ്റം ഉണ്ടാകണമെന്നാണ്. അതും തുടങ്ങി വെച്ചു. കേരളത്തിൽ അത് പൂർത്തിയായി. നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുക, നമുക്ക് രാഷ്ട്രീയ അഭിപ്രായവ്യത്യാസം കണ്ടുകൊണ്ടെങ്കിൽ കേരളത്തിൽ ഈ ഒരു അനാചാരങ്ങളുടെ അവസാനം കണ്ടിരിക്കുന്നു. ബാക്കിയുള്ള ഭാരതത്തിന്റെ കാര്യം ഇനിയും ചിലപ്പോൾ പതിറ്റാണ്ടുകൾ എടുത്തേക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഗാന്ധിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാണ്. ഇന്ന് അദ്ദേഹം കണ്ട മറ്റൊരു സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യമാണ് നമ്മുടെ മാലിന്യം അല്ലെങ്കിൽ നമ്മുടെ പരിസരം ശുചിയായിരിക്കണം. പരിസരം മാത്രമല്ല, നമ്മുടെ ശരീരം ഉൾപ്പെടെ ശുചിയായിരിക്കണം. ക്ലെൻലിനെസ് ഇസ് ഈക്വൽ ടു ഗോഡ്ലിനെസ്. ദൈവത്വമാണ് ശുചിത്വം എന്ന് പറഞ്ഞാൽ എന്ന് പഠിപ്പിച്ച മഹാത്മാവ് ആ ഒരു തരത്തിൽ നമ്മുടെ ഒരു വിജയം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിർത്തുകയാണെന്ന് ഞാൻ പറയും. അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല. ഞാൻ പലപ്പോഴും പറയുന്ന കാര്യമാണ്, ഈശ്വരവിശ്വാസികൾ മരിക്കുന്നില്ല, അദ്ദേഹം മരിക്കുന്നില്ല. അദ്ദേഹം ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആദർശം വിജയിക്കുകയാണ്. അദ്ദേഹം കണ്ട സ്വപ്നം വിജയിക്കുകയാണ്. അദ്ദേഹം ഈ രാജ്യത്ത് എന്താണോ തുടക്കം കുറിച്ചത് അതിന്റെ വിജയം ഇവിടെ ഇന്ന് അകലക്കുന്നം പഞ്ചായത്തിൽ നടക്കുകയാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ നാടിനെ സംബന്ധിച്ച് അഭിമാന നിമിഷമാണ് ഈ അകലക്കുന്നത്ത് ഇത് നേടിയെടുക്കുമ്പോൾ. പക്ഷേ ഇതൊരു തുടക്കം മാത്രം. ഇത് പ്രഖ്യാപനം നടക്കുന്നുണ്ടെങ്കിൽ തുടക്കം മാത്രമാണ്. കാരണം എന്താ വെച്ചാൽ ശുചിത്വം നമ്മൾ ദിവസവും പാലിക്കേണ്ടതാണ്. ഇനി അങ്ങോട്ട് ശുചിത്വം മാത്രമല്ല, നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, അതുപോലെ തന്നെ സൗണ്ട് പൊല്യൂഷൻ, ലൈറ്റ് പൊല്യൂഷൻ, മരുന്നിനകത്തും ഭക്ഷണത്തിനകത്തും ഉൾപ്പെടെയുള്ള പ്രശ്നം. ഇതിനെ കൂടെ പരിഹരിച്ചാൽ മാത്രമേ നമ്മുടെ പരിസരം മാലിന്യമുക്താവത്തുള്ളൂ. ഞാൻ പറയും, യഥാർത്ഥ മാലിന്യം നമ്മുടെ വെള്ളത്തിലുണ്ട്, നമ്മുടെ വായുവിലുണ്ട്. വെളിച്ചം നമുക്ക് പണ്ട് ആകാശത്തോട്ട് നോക്കിയാൽ നല്ലപോലെ നക്ഷത്രങ്ങൾ കാണാമായിരുന്നു. ഇന്ന് കാണാൻ സാധിക്കുന്നില്ല. കാരണം ലൈറ്റ് പൊല്യൂഷൻ. നമ്മൾ ശ്രദ്ധിക്കാറില്ല. വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അവിടെ
ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. ഏറ്റവും എയർ ക്വാളിറ്റിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, ഇന്ന് ഡൽഹിയിൽ പോയി നോക്കി ശ്വസിച്ചാൽ ക്യാൻസറാണ്, ആ തരത്തിൽ എത്തിയിരിക്കുന്നു. ഞാൻ ഡൽഹിയിൽ പഠിപ്പിക്കുന്ന കാലത്ത് ഇപ്പോൾ ഇച്ചിരി 4ാമത്തെ നിലയോ 5ാമത്തെ നിലയോ ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ജനലുകളുണ്ട്. ജനലിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ വലിയ മല കാണും. നമ്മൾ വിചാരിക്കും ഏതെങ്കിലും പർവ്വതനിരയുടെ തുടർച്ചയായിരിക്കും. പർവ്വതനിരയല്ല, അവിടെയുള്ള മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നു. മലയുടെ പൊക്കമാണ്. 5ഓ 6ഓ മല ഡൽഹിയെ ചുറ്റിയുണ്ട്. തിരുവനന്തപുരം 7 മല ചുറ്റപ്പെട്ടെന്നാണ് പറയുന്നത്. അതുപോലെ ഡൽഹി മലയെ ചുറ്റപ്പെട്ടിട്ടുണ്ട്, പക്ഷെ മല മാലിന്യത്തിന്റെ മലയാണ്. നമുക്ക് ജീവിക്കാൻ വകയില്ലാത്ത വിധം നമ്മുടെ രാജ്യത്തെ വ്യവസ്ഥകൾ ഇങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന വലിയ പ്രശ്നം. ഇവിടെ മാലിന്യമുക്തമാവുന്നതിനൊപ്പം നമുക്കിനി പ്രയത്നങ്ങളുടെ തുടക്കമാണ്. ഈ പ്രയത്നങ്ങൾ നമ്മളിനി വേണ്ടത് ഈ തരത്തിലുള്ള മാലിന്യങ്ങൾ നമുക്ക് ജീവിക്കുവാൻ വേണ്ട സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ രാഷ്ട്രപിതാവ് കണ്ട സ്വപ്നവും തന്നെയാണ് ശുചിത്വം. അദ്ദേഹം വളരെ പർട്ടിക്കുലറായിരുന്നു. അവരോടൊത്ത് ചേർന്ന് ചെയ്യുക എന്നുള്ളതാണ് ഗാന്ധി തന്റെ ഫോളോവേഴ്സിനോട് പറഞ്ഞത്. ഗാന്ധി തന്റെ അനുയായികളോട് പറഞ്ഞത്, ഓരോ ഗ്രാമത്തിൽ ചെല്ലുമ്പോഴും ആ ഗ്രാമത്തിനോട് ചേർന്നുകൊണ്ട് ശുചിത്വം നടപ്പിലാക്കുക, അവരെയും പങ്കാളികളാക്കുക, ഭാഗഭാഗാക്കുക. ഇവിടെ നമ്മുടെ ഹരിതകർമ്മ മിഷന്റെ ആൾക്കാരുണ്ട്. അവര് ചെയ്യുമ്പോൾ നമ്മളും കൂടെ പങ്കാളിയായാലും പൂർത്തിയാക്കും. ഞാൻ ഉൾപ്പെടെ ഉള്ളവർ പങ്കാളി കാണും. നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിൽ പങ്കാളി കാണും. എനിക്ക് സാധിക്കാറില്ല, യാഥാർത്ഥ്യമാണ്. നമ്മൾ എത്ര പേർക്ക് സാധിക്കാറുണ്ട്? ഇവരെ ഒന്ന് സഹായിക്കുവാൻ സാധിക്കാറുണ്ട് എനിക്കറിയില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഞാനൊന്ന് ഓർക്കുന്നു, ഇവരുടെ ഒരു കോൺട്രിബ്യൂഷൻ മറക്കാൻ പറ്റുന്നതല്ല. പ്രത്യേകിച്ച് എന്റെ പിതാവിന്റെ മരണശേഷം പുതുപ്പള്ളിയിൽ വൃത്തിയാക്കി പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഒരു കവർ പോലും ഇല്ലായിരുന്നു. എത്രയേറെ ആളുകൾ പുതുപ്പള്ളിയിൽ വന്നിട്ട് പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഒരു കവർ പോലും കാണാത്ത വിധം ഇവരത് ശുദ്ധമാക്കി വെച്ചിരുന്നു. അപ്പോൾ ഇവരുടെ കോൺട്രിബ്യൂഷൻ നമ്മുടെ നാടിനെ സംബന്ധിച്ച് നമ്മളത് മനസ്സിലാക്കാതെ പോകാൻ പാടില്ല. അതുകൊണ്ട് വലിയ ആദരം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെക്കാട്ടിൽ മുന്നിൽ നിൽക്കുന്നവരാണ്. അറിയാം, നാടിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല അവർ നിർവഹിക്കുകയാണ്. അതുകൊണ്ട് അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു, പഞ്ചായത്തിനെ അഭിനന്ദിക്കുന്നു. പഞ്ചായത്ത് പല കാര്യങ്ങളും മുന്നിലാണെന്ന കാര്യം ഞാൻ മറക്കുന്നില്ല, ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പ്രായമായിട്ടുള്ളവരുടെ കാര്യത്തിൽ പഞ്ചായത്ത് എടുത്ത നിലപാട്, അതുപോലെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള പല നിലപാടുകളും പഞ്ചായത്ത് എടുക്കാറുണ്ട്. രാഷ്ട്രീയം ഒന്നുമല്ല നമുക്ക് പ്രശ്നം, നാടിന്റെ നന്മയാണ്. ആര് നാടിന്റെ നന്മ ചെയ്താലും അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റക്കെട്ടായി ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മുടെ ഇവിടുത്തെ സാധാരണക്കാരന് നീതി കൊടുക്കുക. സ്വിറ്റ്സർലാൻഡിൽ ഞാൻ കഴിഞ്ഞ വർഷം പോയപ്പോൾ എൻ്റെ അടുത്ത് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു, ഏറ്റവും അതിസമ്പന്നർ താമസിക്കുന്ന ആ ഭാഗത്താണ്. ഞാൻ ചോദിച്ചാൽ എന്താ പ്രത്യേകത? ഇതിന്റെ മേളിൽ കൂടെ ഫ്ലൈറ്റ് പോകാൻ സമ്മതിക്കും. നമ്മുടെ മേളിൽ കൂടെ ഫ്ലൈറ്റ് പോകണം വേണ്ടത് നമ്മൾ തീരുമാനിക്കാൻ തുടങ്ങി എന്തായിരിക്കും സാഹചര്യം? ഞാൻ പറയുന്നത് സ്വിറ്റ്സർലൻഡ് പോലൊരു രാജ്യത്ത് അവരാണ് തീരുമാനിക്കുന്നത് ഫ്ലൈറ്റ് പോകണോ വേണ്ടിയോ എന്നുള്ളത്, അതിസമ്പന്നരായവർ. കാരണം എന്താ? അവർക്ക് നിയന്ത്രിക്കാൻ പറ്റും. അവർക്ക് സൗണ്ട് പൊല്യൂഷൻ, അവർ കുറയാൻ വേണ്ടി ഫ്ലൈറ്റ് പോലും അനുവദിക്കാത്ത ലോകം. നമ്മുടെ രാജ്യവും അങ്ങനെ മാറിയിരിക്കുക. ഇന്ന് നമ്മൾ പറയുന്നത് 3-ോ 4-ാം സ്ഥാനത്താണെന്നാണ് പറയുന്നത് GDP. അന്തേരിയിലോ അല്ലെങ്കിൽ UP-യിലോ ചെന്നാൽ 3-ോ 4-ോ സ്ഥാനം എന്ന് പറഞ്ഞാൽ ആരെയും അംഗീകരിക്കൂ. ആദ്യത്തെ 100 പേരെ ഒന്ന് മാറ്റിക്കേ, ആദ്യത്തെ 100 പേരെ സമ്പത്തൊന്ന് മാറ്റിക്കേ ഭാരതത്തിന്റെ GDP-യിൽ നിന്ന്. ഓട്ടെ, ആദ്യത്തെ 500 പേരെ സമ്പത്തൊന്ന് മാറ്റിക്കേ GDP മാറ്റിക്കഴിഞ്ഞാൽ സൊമാലിയുടെയോ ഏഷ്യയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ഒപ്പമായിരിക്കും നമ്മുടെ GDP. നമുക്കിതുവരെ നീതി നടപ്പിലാക്കി കൊടുക്കാൻ സാധിച്ചിട്ടില്ല ഇവിടുത്തെ സാധാരണക്കാരന്. അതിലേക്കുള്ള യാത്രയുടെ തുടക്കമാണിത്. ഞാൻ പറയും, ഓരോ പഞ്ചായത്തും ഓരോ അസംബ്ലി മണ്ഡലവും നമ്മുടെ നാട് മാലിന്യമുക്തമാകുമ്പോൾ സാധാരണക്കാരന് നീതി കൊടുക്കുവാനുള്ള യാത്രയുടെ തുടക്കമാണ്. വിദേശ രാജ്യങ്ങളുടെ നിലവാരത്തിലേക്കുള്ള യാത്രയുടെ തുടക്കമാണ്. വിദേശത്ത് എന്നാൽ ആരും MP എടുത്തും MLA എടുത്തതും പോയി പറഞ്ഞു തരത്തില്ല, ഞങ്ങളെ ഇതൊന്ന് സഹായിക്കണം, പഞ്ചായത്ത് പ്രസിഡന്റ് എടുത്ത് തരത്തില്ല. അവർക്ക് ഓട്ടോമാറ്റിക്കലി നിയമമുണ്ട്, ആ നിയമം നടപ്പിലാക്കി കൊടുക്കും. സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട്, സോഷ്യൽ സെക്യൂരിറ്റി നടപ്പിലാക്കി കൊടുക്കും. 16-ഓ 17-ഓ വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ കൊടുക്കും. എന്തിനാ? ജോലിയില്ലെങ്കിൽ. അങ്ങനെയുള്ള സമൂഹമായി, പരിഷ്കൃത സമൂഹമായി മാറുമ്പോൾ നമുക്കും യാത്ര തിരിക്കേണ്ടതുണ്ട് അങ്ങോട്ടേക്ക്.
നീതിയുടെ യാത്ര, തീർച്ചയായിട്ടും അതിലേക്ക് പോകണം. ഒപ്പം എനിക്ക് പറയാതിരിക്കാൻ സാധിക്കത്തില്ല, എല്ലാ വേദിയിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഡ്രഗ്സിനെതിരെയുള്ള പോരാട്ടം നമ്മൾ നിരന്തരം നടത്തിക്കൊണ്ടിരുന്നേ പറ്റുള്ളൂ. കാരണം ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടിയും, ഒരു കുട്ടി പോലും നമ്മുടെ നഷ്ടപ്പെടാൻ പാടില്ല. നമ്മുടെ കുഞ്ഞുമക്കൾ നമ്മുടെ നാടിന്റെ സമ്പത്താണ്. ഒരു കാലത്ത് അമ്മമാർ, സഹോദരിമാർ, ഭർത്താക്കന്മാരെ കുറിച്ചും മൂത്ത മക്കളെ കുറിച്ചുള്ള വേദനയാണെങ്കിൽ ഇന്ന് കുഞ്ഞു കുട്ടികളെ പോലും നമ്മൾ വിഷമിക്കുന്ന, പറ്റി ചിന്തിക്കുന്ന ഒരു കാലമായി മാറി എന്നുള്ളത് നമ്മുടെ നാടിനെ ചിന്തിപ്പിക്കേണ്ടതാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടിക്കും ഉള്ള പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് മാതാപിതാക്കൾ വിചാരിക്കും കൊച്ചല്ലേ, അമ്മയെ സംബന്ധിച്ചും മറ്റുള്ളവരെ സംബന്ധിച്ചും കൊച്ചാണ് ഏറ്റവും അവസാനം വരെ. പക്ഷെ ഈ കുട്ടിയുടെ പൊട്ടൻഷ്യൽ നിങ്ങൾ തിരിച്ചറിയണം. എങ്ങനെ പാമ്പാടിക്കാരൻ ഒരാളാണ് തോമസ് കുര്യൻ. ഇപ്പൊ ഞാൻ എന്റെ ഫോട്ടോ എടുത്ത്, ഞാനൊരു ഫോൺ എടുത്തിട്ട് ഫോട്ടോ ഒന്ന് എടുത്താൽ ആ ഫോട്ടോ ഇന്ന് പോകുന്ന ഗൂഗിൾ ക്ലൗഡിലോട്ടാണ്. ഗൂഗിൾ ക്ലൗഡിന്റെ CEO പാമ്പാടിക്കാരൻ തോമസ് കുര്യനാണ്. സർവ്വമത സമ്മേളനവുമായി ഞങ്ങൾ വത്തിക്കാനിൽ ചെന്നു. പരിശുദ്ധ മാർപ്പാപ്പയുടെ സന്നിധിയിൽ ചെന്നപ്പോൾ ഇതെങ്ങനെ ഈ സമ്മേളനം നടത്തണം എന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നപ്പോൾ അവിടെയും ഒരു മലയാളി വന്നു. അഭിനന്ദ ജോർജ് കൂവക്കാട്ട്, ഇന്നത്തെ കർദിനാൾ, അദ്ദേഹം അന്ന് വൈദികനാണ്. അദ്ദേഹം ഞങ്ങളെ സഹായിച്ചു. ട്രംപിന്റെ ട്രാൻസിഷൻ, ബൈഡനിൽ നിന്ന് ട്രംപിലേക്ക് ഒരു ട്രാൻസിഷൻ ടീമുണ്ട്. ആ ട്രാൻസിഷൻ ടീമിലും ഒരു മലയാളിയുണ്ട്. ഇംഗ്ലണ്ടിൽ പോയി നോക്കൂ, 139 വർഷത്തെ കൺസർവേറ്റീവ് ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് ലേബർ പാർട്ടിക്കാരൻ ജയിച്ചു. ഉപപ്രധാനമന്ത്രിയായിരുന്ന ആളെ തോൽപ്പിച്ചുകൊണ്ട്, അതും ഒരു മലയാളി, സോജൻ ജോസഫ്. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടിക്കും അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, സാധ്യതയുണ്ട്. നിങ്ങളത് തിരിച്ചറിയാതിരിക്കരുത്. അവരുടെ നല്ല ആഗ്രഹങ്ങളെ സംരക്ഷിക്കുക. അതുപോലെ തന്നെ അവരുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടാക്കുന്ന വിധത്തിലാണ് ഇന്ന് ഡ്രഗ്സിന്റെ വളർച്ച. അതിനെതിരെ പടപൊരുതുവാൻ കൂടിയുള്ള ഒരു ദിവസമായി ഇന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചയും അനുവദിക്കരുത്. ഒരാളുടെ പോലും ഒരു മുട്ടായി പോലും മേടിക്കുവാൻ അനുവദിക്കരുത്. ക്ലാസ്സിലിരിക്കുന്ന ഒരു മുട്ടായി പോലും എടുത്ത് കഴിക്കാൻ അവരെ സമ്മതിക്കരുത്. ആരെങ്കിലും മറന്നു വെച്ച ഒരു സാധനം പോലും എടുക്കാൻ അവരെ അനുവദിക്കരുത്. ആ തരത്തിൽ പറഞ്ഞു പഠിപ്പിക്കണം. നമുക്ക് ശുചിത്വമായി ഡിക്ലെയർ ചെയ്യുകയാണ്. പക്ഷെ ഇത് തുടരണമെങ്കിൽ നമ്മുടെ കുട്ടികളെ സ്കൂളിൽ നിന്നോട്ട് പഠിപ്പിച്ചു കൊടുക്കണം. അതിന് കൂടിയുള്ള ഒരു ദിവസമായി ഇത് തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട ശ്രീമതി സിന്ധു അരുൺകുമാർ അടക്കമുള്ള എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി നിങ്ങളുടെ എല്ലാം അനുഭവത്തോടു കൂടി അവലക്കുന്ന ഗ്രാമപഞ്ചായത്തിനെ മാന്യമുക്ത നവകേരള പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.
ചെയർമാൻ ശ്രീ ജെ.കെ. തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ജോണി, മുൻ വൈസ് പ്രസിഡന്റ് ഡൽഹി വടക്കേടം, ശ്രീമതി ജെസി രാജു, മധുരി ആന്റണി, സീമ പ്രകാശ്, ശ്രീമതി സിജി സന്ദീപ്, ജോർജ് തോമസ്, ഷാനി ബാബു, കെ.കെ. രഘു, ശ്രീമതി ജീന ജോയി, ലോക്കൽ സെക്രട്ടറി ടോണി മറ്റിക്കൽ, ജയ്മോൻ പുത്തമ്പലക്കൽ മണ്ഡലം പ്രസിഡന്റ്, അഡ്വക്കേറ്റ് പ്രദീപ് പി സെക്രട്ടറി, ശ്രീ പി വിജയ് മണ്ഡലം പ്രസിഡന്റ്, നമ്മുടെ അയൽക്കുളം പഞ്ചായത്തിന്റെ സെക്രട്ടറി ശ്രീ സജിത് മാത്യു, മറ്റിവിടെ എത്തിയിരിക്കുന്ന ഹരിത കർമ്മസേന അംഗങ്ങളെ, അംഗൻവാടി ടീച്ചറെ, തൊഴിലുറപ്പ്, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ, കുടുംബശ്രീ അംഗങ്ങളെ, എത്തിയിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മാലിന്യമുക്തത്തിന്റെ നവകേരളത്തിന്റെ കാമ്പയിന്റെ ഭാഗമായി നമ്മൾ ഇന്ന് മാലിന്യമുക്തമായി നമ്മുടെ അയൽക്കുളം പഞ്ചായത്ത് പ്രഖ്യാപിക്കുന്ന നിമിഷമാണ് ഇപ്പോൾ ഇവിടെ കടന്നുപോയത്. നമുക്കറിയാം, നമ്മുടെ MLA ഇവിടെ പങ്കെടുത്ത് മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചിട്ട് ഇപ്പൊ പോയതേ ഉള്ളൂ. ഏറെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. നമുക്കറിയാം, അയൽക്കുളം പഞ്ചായത്ത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പായി നമ്മുടെ വാർഡുകൾ ഓരോന്നും പ്രഖ്യാപിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ വാർഡുകളെല്ലാം പ്രഖ്യാപിച്ച് അതിന് തന്നെ നമ്മുടെ അയൽക്കുളം പഞ്ചായത്ത് ഒരു പദ്ധതി തന്നെ രൂപീകരണം കൊടുത്തിട്ടുണ്ടായിരുന്നു. ശുചിത്വ ഭവന സുന്ദര ഭവന എന്ന പദ്ധതി. അത് നമുക്കറിയാം, ഓരോ വീടുകളും സർവേ ചെയ്ത് അതിനൊരു ടീം അംഗങ്ങളുണ്ട്. നമുക്കറിയാം, ഹരിതകർമ്മസേനയും കുടുംബശ്രീക്കാരും നമ്മുടെ IHRD പോളിയിലെ കുട്ടികളും ആശാവർക്കറും അങ്ങനെ ഒത്തൊരുമിച്ചൊരു സർവേ നടത്തി ഈ അയൽക്കുളം പഞ്ചായത്തിലെ എല്ലാ വീടും സർവേ ചെയ്ത് ഓരോ വാർഡിൽ 15 വീട് തിരഞ്ഞെടുത്ത് അവരാദ്യം തരും. അതിനുശേഷം പഞ്ചായത്തിലെ ടീം സർവേ ചെയ്ത് ആ 15 വീടിൽ നിന്നും 1, 2, 3 എന്നീ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുകയും അങ്ങനെ 15 വാർഡുകളായിട്ട് 45 വീട് ഇപ്പോൾ തിരഞ്ഞെടുത്തു. അവർക്ക് സമ്മാനവും നൽകി കഴിഞ്ഞു. നമുക്ക് ഈ പദ്ധതി ആസൂത്രണം ചെയ്ത് കൊണ്ടുവന്നത് നമ്മുടെ വൈസ് പ്രസിഡന്റ് മാധുപതി ഞായറുകുളമാണ്. അദ്ദേഹത്തിന് ഏറെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. നമുക്കത് ഏത് കാര്യവും നല്ല കാര്യ ലക്ഷ്യപ്രാപ്തിയിലെത്താൻ വളരെയധികം പ്രയത്നിച്ച് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ വൈസ് പ്രസിഡന്റ്. നമുക്ക് ഓരോ വാർഡിലും നമ്മുടെ 148 ഹരിത അയൽക്കൂട്ടങ്ങളാണ്. ആ അയൽക്കൂട്ടങ്ങളെല്ലാം നമുക്ക് ഹരിതമാക്കി തോന്നുന്നു. അതുപോലെ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ, അതുപോലെ വായനശാലകള്, വിദ്യാലയങ്ങള്, IHRD കലാലയങ്ങള്, അങ്ങനെ വിവിധ തരത്തിലുള്ള എല്ലാ ഇടങ്ങളും നമ്മുടെ ഹരിതമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിന്റെ ഒരു സമാപ്തി തുടർന്ന് ഈ പദ്ധതി ഇവിടെ അവസാനിക്കുന്നില്ല, വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ പഞ്ചായത്തിൽ നമുക്കറിയാം, ആദ്യമായി 15 ഹരിതകർമ്മസേനയാണ് വാർഡുകളിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 23 വർദ്ധിച്ചിട്ടുണ്ട്. അവരവരുടെ അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് നമ്മുടെ MCF-ൽ എത്തിക്കുകയും അവിടെ നിന്ന് അത് ഫാക്ടറിക്ക് കൈമാറുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ മാലിന്യം നമുക്കറിയാം, പ്ലാസ്റ്റിക്കാണ് ഓരോ മാസവും കണക്കിനുള്ള പ്ലാസ്റ്റിക്കാണ് നമുക്ക് ഇവിടുന്ന് കയറി പോകുന്നത്. അപ്പോൾ നമ്മുടെ പ്രകൃതിയെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരമാണ്. നമുക്ക് എല്ലാവരുടെയും ഒരു ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായാണ് നമുക്ക് ഇന്നിവിടെ ഈ മാലിന്യമുക്തം പ്രഖ്യാപിക്കാൻ സാധിച്ചത്. വ്യാപാരി വ്യവസായികൾ, പ്രസിഡന്റ് അസോസിയേഷൻ, ചാരിറ്റബിൾ സൊസൈറ്റി, അങ്ങനെ വിവിധ തരത്തിലുള്ള എല്ലാവരുടെയും തൊഴിലുറപ്പുകാര്, കുടുംബശ്രീ അംഗങ്ങള്, ഇങ്ങനെ എല്ലാവരുടെയും ഒരു ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് ഇന്നിവിടെ ഈ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ച് സാധിച്ചത്. അവരെല്ലാം ഏറെ സ്നേഹത്തോടെ അഭിനന്ദനങ്ങളും നന്ദിയും പറഞ്ഞുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിന്റെ ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ട് ഞാനിപ്പോൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. അകലക്കുന്നം പഞ്ചായത്തിലെ 15 വാർഡുകളും മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അകലക്കുന്നം പഞ്ചായത്തിന് അതിന് ലഭിച്ച മാർക്ക് 98 ആണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാർച്ച് 30 ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചു. ഹരിതകർമ്മസേന വാതിൽപ്പടി ശേഖരം 2025 ഫെബ്രുവരിയോടുകൂടി 100% നേടുവാൻ കഴിഞ്ഞു. യൂസർ ഫീ ശേഖരണം 92% കൈവരിക്കാൻ സാധിച്ചു. 15 വാർഡുകളിലും 15 വാർഡുകളിലും മിനി MCF-കളും കൂടാതെ ഓരോ വാർഡുമായി 15 മിനി MC നൽകുന്നതിന് പദ്ധതി രൂപീകരിച്ചിട്ടുമുണ്ട്. മാലിന്യ സംഭരണത്തിനായി ചെങ്ങളത്ത് 2700 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള MCF ഉണ്ട്. വാർഡുകളിൽ നിന്നുള്ള അജൈവ മാലിന്യം പഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള വാഹനത്തിൽ MCF-ൽ എത്തിക്കുകയും അവിടുന്ന് റെഫ്റ്റോയ്ക്ക് കൈമാറുകയും ചെയ്യുന്നു. MCF-ൽ നിരീക്ഷണ ക്യാമറ
അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ, സോർട്ടിംഗ് ടേബിൾ, വെയിങ് മെഷീൻ എന്നിവ സജ്ജമാക്കിയിട്ടുണ്ട്. ഹരിതകർമ്മസേന 23 അംഗങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം സമ്പൂർണ്ണമായും ഡിജിറ്റലാക്കുന്നതിലേക്കായി ഹരിതമിത്രം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നു. 100% വീടുകളും കടകളും QR കോഡ് ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് സേവനം നൽകി വരുന്നു. 45 ബോട്ടിൽ ബൂത്തും അജൈവ മാലിന്യ ശേഖരണത്തിനായി 7 പൊതുബിന്നുകളും സ്ഥാപിച്ചിട്ടുണ്ട്. 148 അയൽക്കൂട്ടങ്ങളും ഹരിത അയൽക്കൂട്ടങ്ങളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 39 സർക്കാർ സ്ഥാപനങ്ങളും 302 സ്വകാര്യ സ്ഥാപനങ്ങളും ഹരിത പദവി നേടിയിട്ടുണ്ട്. 17 വിദ്യാലയങ്ങളും 4 കലാലയങ്ങളും 5 പൊതുസ്ഥലങ്ങളും 1 ടൗണും ഹരിത പദവി നേടിയിട്ടുണ്ട്. സമ്പൂർണ്ണ മാലിന്യമുക്ത പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് തലത്തിൽ 5 യോഗങ്ങൾ നടത്തുകയും 15 വാർഡുകളിൽ വാർഡ് തല നിർവഹണ സമിതി രൂപീകരിച്ചിട്ടുമുണ്ട്. 2023 മാർച്ച് മുതൽ 2024 ഡിസംബർ വരെ എൻഫോഴ്സ്മെന്റിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി 52 പരിശോധനകൾ നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു നിയമലംഘനം നടത്തുകയും അതിന്മേൽ 10,000 രൂപ തുക ഈടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സഹിക്കാൻ പറ്റിയ സമയമല്ല അറിയാറുണ്ട്. ഒറ്റ കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഞാനിവിടെ കഴിഞ്ഞ 2 വർഷമായിട്ട് പല പ്രാവശ്യങ്ങളും വന്നിട്ടുണ്ട്. അകലക്കുന്നം പഞ്ചായത്ത് ക്രമമായിട്ടാണ് ഈ മാലിന്യ സംസ്കരണ വിധാനം ഒഴിക്കുന്നതിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ട്. ഇന്നിപ്പം ജില്ലയിലെ ഏറ്റവും മികച്ച പഞ്ചായത്തുകളുടെ കൂട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ജില്ലയിലെ മികച്ച പഞ്ചായത്തിൽ അമർത്തുന്നതിന് വേണ്ടി ഉള്ള കമ്മിറ്റിക്ക് എന്തായാലും നല്ലൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം മികച്ച അനുമതി പഞ്ചായത്തുകൾ വന്നിരിക്കുക അകലക്കുന്ന കൂട്ടത്തിലേക്ക് വന്നി. ഇതിനകത്ത് ഇന്നത്തെ പ്രഖ്യാപനത്തോടെ മാലിന്യം ഇല്ലാണ്ട് കഴിയുന്നൊന്നും അർത്ഥമില്ല. ഈ പ്രഖ്യാപനത്തിൻ്റെ ഉദ്ദേശം മാലിന്യ സംസ്കരണത്തിന് ശാസ്ത്രീയമായ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരുക്കിയ വിവരം മുഴുവൻ ആളുകളെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതിൻ്റെ അർത്ഥവും. നാളെ ആരെങ്കിലും മാലിന്യം ഉടമ്പടി കഴിഞ്ഞാൽ അപകടം. ഇത് മാലിന്യം ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇതേ മാലിന്യം കിടക്കുന്നു. മാലിന്യം മൊത്തം ആയി എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ ഒരു അർത്ഥമാണ് മാലിന്യമേ ഇല്ല എന്നല്ല, മാലിന്യം ശേഖരിക്കാനും സംസ്കരിക്കാനും നമ്മളൊരു സംവിധാനം ഒരുക്കി. ഈ പഞ്ചായത്ത് ജൈവ മാലിന്യങ്ങൾ വീടുകളിൽ തന്നെ സംസ്കരിക്കണം. അതെങ്ങനെയാണ് സംസ്കരിക്കേണ്ടതെന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ ഒരു പ്രത്യേക പ്രോജക്റ്റ് വഴി മുഴുവൻ വീടുകളിലും അവർ സന്ദേശം എത്തിച്ചിട്ടുണ്ട്. ഇനി അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ നമുക്ക് യാതൊരു സൗകര്യമില്ല. അതുകൊണ്ട് അതെല്ലാം വേർതിരിച്ച് വൃത്തിയാക്കി ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കണം. ഹരിതകർമ്മസേന കൃത്യമായി എല്ലാ മാസവും വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തും. അങ്ങനെ കൊണ്ടുവരുന്ന മാലിന്യത്തെ ശേഖരിച്ചു വയ്ക്കാനുള്ള സംവിധാനമുണ്ട്, അതിനെ സെഗ്രിഗേറ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്, അതിവിടെ നിന്ന് സംസ്കരണ കേന്ദ്രത്തിലേക്ക് അയക്കുന്നതിനുള്ള സംവിധാനമുണ്ട്. ഇതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് എന്നാണ് ഈ പ്രഖ്യാപനത്തിൻ്റെ അർത്ഥം. പക്ഷേ ഇനി അത് സംരക്ഷിക്കേണ്ടത് പഞ്ചായത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, ഇവിടെയുള്ള മുഴുവൻ ആളുകളുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ മാലിന്യം വലിച്ചെറിഞ്ഞാൽ ഇനി അവിടെ കിടക്കും. അപ്പോൾ മാലിന്യം വലിച്ചെറിയാതിരിക്കാനും വലിച്ചെറിയുന്ന ആളുകളെ കണ്ടെത്താനും അവർക്ക് ചെറിയ തോതിലുള്ള ശിക്ഷ നൽകുന്നതിനും ഒക്കെ നിയമമാണ്. ആ നിയമം പ്രയോഗിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ പ്രയോഗിക്കാൻ പോകുമ്പോൾ ഇതുവരെ അകലെക്കുന്ന തുടർന്ന് പറയുമ്പോഴൊക്കെ പ്രസിഡന്റും മെമ്പർമാരും ഒക്കെ നടപടിയെടുക്കാൻ ഒത്തിരി മടിയാണ്. ഒരു ഗ്രാമീണമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്, അതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇനി ഏതെങ്കിലും രീതിയിൽ നിയമലംഘനം നടത്തുന്നവർക്ക് കനത്ത ശിക്ഷ നൽകുന്നതിന് വേണ്ടി നിയമം തന്നെ ഭേദഗതി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാലിന്യ സംസ്കരണത്തിന് മുഴുവൻ ആളുകളുടെയും സഹായം വേണം. ഒരു മുട്ടായി നിന്നത് കടലാസ് വലിച്ചെറിയാൻ നേരത്ത് നമ്മുടെ കുട്ടികളും നമ്മളും എല്ലാം നമ്മളത് അതിൻ്റെ സംസ്കരണം അത് ഇടുന്ന സ്ഥലത്ത് തന്നെ ഇടണം. അതുകൊണ്ട് പിന്നെ അവിടെ ഇല്ലെങ്കിൽ അത് നമ്മൾ പോക്കറ്റിൽ നോക്കിയിട്ട് പിന്നെ ഉള്ള സ്ഥലത്ത് ഈ രീതിയിലുള്ള ഒരു ബോധ്യം മുഴുവൻ ആളുകൾക്കും ഉണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതിന് നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്താനായിട്ട് ഇവിടുത്തെ പഞ്ചായത്ത് കമ്മിറ്റിക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഇവിടുത്തെ ജനങ്ങൾക്കും സാധിച്ചു. അത് ഇനിയും മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ യോഗത്തിൽ അകലക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെ ഏകബഹുമാന്യായ സുബ്രഹ്മണ്യകുമാർ, നമ്മുടെ ഏറെ പ്രിയങ്കരനായ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മാതൃകയായ പഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റ് ബെന്നി വടക്കാട്, നമ്മൾ ഞാൻ എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല,
ജോബി ജോബി മറ്റ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെ സഹമെമ്പർമാരെ പഞ്ചായത്തിന്റെ ഘടക സ്ഥാപനങ്ങളുടെയും പഞ്ചായത്തിന്റെയും ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെ, അതുപോലെ ഈ മാലിന്യ വിമുക്ത പരിപാടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത പ്രിയപ്പെട്ട ജിയോമാർ, അമലമാർ, ആസിസ്, അതുപോലെ എല്ലാവരെയും കുടുംബശ്രീയുടെ പ്രവർത്തകരെ, മറ്റു വളരെ ബഹുമാനിയുടെ സുഹൃത്തുക്കളെ, ഞാനൊരു ദീർഘമായ പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. 2 ഭാഗങ്ങളാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. 2 ഭാഗം കൂടുതൽ പറയാൻ നമുക്കറിയാം. നമ്മൾ 12 മണി മുതൽ ഇവിടെ എത്തിയിരിക്കുന്നതാണ്. ഇപ്പോൾ 2:30 സമയമായി. ഭക്ഷണം കഴിക്കാനും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ കിടക്കേണ്ട കാര്യം. എന്നിരുന്നാലും നമ്മൾ ചിന്തിക്കേണ്ട 1-2 കാര്യങ്ങൾ നമ്മുടെ സാറിവിടെ പറയുകയുണ്ടായി. മാലിന്യ വിമുക്ത പഞ്ചായത്തായിട്ട് അലക്കുന്ന പഞ്ചായത്തിനെ പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ അത് മുഴുവൻ തീർന്നോ ഇനി നാളുകളിൽ ഇല്ല എന്ന് ചിന്തിക്കരുത് എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വൈസ് പ്രസിഡന്റ് നേതൃത്വത്തിൽ നേരത്തെ തന്നെ സൂചിപ്പിക്കുകയും എല്ലാവരും പറയുകയുണ്ടായി. വൈസ് പ്രസിഡന്റ് തുടങ്ങി വെച്ച ഒരു പദ്ധതിയാണ് നമ്മൾ ഈ മാലിന്യ വിമുക്ത പദ്ധതി പരിപാടി. അത് സർക്കാർ തന്നെ ഏറ്റെടുത്ത് നമ്മുടെ തന്നെ ചില മാതൃകകൾ അവർ ഏറ്റുവാങ്ങി പുതിയ സംസ്ഥാനത്തിലൂടെ ഇന്ന് കടന്നു വന്ന കേരളം ഒട്ടാകെ ഒരു മാലിന്യ വിമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കാനിരിക്കുന്ന ഒരു വേളയാണ്. അതിനകത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ചുവടുകൾ നല്ല രീതിയിൽ ചുമ്മാ പേപ്പറിൽ ചെയ്ത കാര്യങ്ങളല്ല, അടിസ്ഥാനപരമായി ഓരോ ഭവനങ്ങളും ഓരോ ടീമുകളെ സംബന്ധിച്ച് ഓരോന്നിനും മാർക്കിട്ട് വിലയിരുത്തി ആണ് നമ്മൾ ഇതിനുമായി മുന്നോട്ട് പോകുന്നത്. ആ വിലയിരുത്തൽ നല്ല രീതിയിലേക്ക് നല്ല ടീമുകൾ എടുത്താണ് ഇത് ചെയ്തിരിക്കുന്നത്. മാസങ്ങളായുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഒരു ടീം ഇറങ്ങി ഇതുപോലുള്ള പ്രവർത്തനം നടത്തി ഒരു വാർഡിൽ നിന്ന് 3 പേരെ ഫസ്റ്റ് സെക്കൻഡും തേർഡും എന്ന നിലയിൽ കണ്ടെത്തി, പഞ്ചായത്തിലെ ഏറ്റവും വലിയൊരു ഹൗസ് വീടിനെ കണ്ടെത്തി, അതുപോലെ വിവിധ മേഖലകളിലുള്ളവരെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നവരെ കണ്ടെത്തി നമ്മൾ ശുചിത്വ വാർഡായും ശുചിത്വ സർക്കാർ സ്ഥാപനമായും അങ്ങനെ വിവിധങ്ങളായ പ്രഖ്യാപനങ്ങൾ നമ്മളിവിടെ നടത്തിയിരിക്കുകയാണ്. അതൊന്നും നമ്മൾ ചുമ്മാ പേപ്പർ ചെയ്തതല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അത് അതുപോലെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ചെയ്ത് നേടിയെടുത്ത ഒരു പ്രവർത്തനമാണ്. ഈ പ്രവർത്തനത്തിന് ഇനി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സാർ സൂചിപ്പിച്ചതുപോലെ, ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ, നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ഇനിയും മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ അതിന്റെ പ്രവർത്തനം ഭംഗിയാവും. ഇന്നുകൊണ്ട് ഇതെല്ലാം അവസാനിച്ചു, ഇനി നമ്മൾ ഇതിനായിട്ടുള്ള പ്രവർത്തനത്തിൽ ഇല്ല എന്ന് ചിന്തിക്കരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇതിനേക്കാൾ വളരെ മാലിന്യമുള്ള ഒരു പ്രദേശമായി നമുക്ക് മാറിപ്പോകും. ഓരോ ദിവസങ്ങളിലും നമ്മൾ ഇതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി നമ്മൾ ഇപ്പോൾ ഇത് സ്വരൂപിച്ചെടുത്ത ഈ വിജയം അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തി, കരുത്തും അതിനുള്ള പ്രചോദനവും നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മൾ പഞ്ചായത്തിന്റെ ലക്ഷ്യമിട്ട ഈ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയൂ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ നട്ടുച്ചവേളയിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും പ്രത്യേകമായ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് 12 മണിക്ക് എന്ന സമയം ഇത്രയും ബഹുത്തായ ഒരു മീറ്റിംഗ് നമുക്ക് വിജയിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള നിങ്ങൾ ഓരോരുത്തരും കാണിച്ച ആത്മവിശ്വാസവും സഹകരണവുമാണ്. ആ സഹകരണത്തിന് നമ്മുടേതായ പ്രത്യേകമായ നന്ദിയുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരും എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. വളരെ നന്ദി, നമസ്കാരം. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ജില്ലാ വേദിയിലിരിക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ മെമ്പർമാരെ നമ്മുടെ മാലിന്യമുക്ത നവീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഒരു പ്രഖ്യാപന പരിപാടിയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. സാധാരണ തുടക്കം മാത്രമാണ്. നമ്മൾ ഇത്ര നാൾ നമുക്ക് സർക്കാരിന്റെ ലക്ഷ്യവും പഞ്ചായത്ത് കമ്മിറ്റിയുടെ ലക്ഷ്യവും ഈ കുടുംബങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മുടെ നാട് മാലിന്യമുക്തമായിട്ട് ഇരിക്കുകയുള്ളൂ. മാലിന്യം തരംതിരിച്ച് സംസ്കരിക്കുന്നതിന്, തരംതിരിച്ച് സൂക്ഷിക്കുന്നതിന്, തരംതിരിച്ച് കൈമാറുന്നതിനുള്ള ഒരു അപൂർവമാണ്
മാലിന്യം വലിച്ചെറിയാതിരിക്കാനുള്ള ഒരു അവബോധം ഉണ്ടാകണം. അത് തുടർന്ന് പുതിയ തലമുറയ്ക്ക് നമ്മൾ വളർന്നു കൊടുക്കണം. എങ്കിൽ മാത്രമേ നാളെ നമ്മുടെ നാട് മാലിന്യമുക്തമായിട്ട് ഇരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ പഞ്ചായത്തിൽ ആരംഭിച്ച ശുദ്ധഭാരത് സുന്ദരഭാരത പദ്ധതി അത് നമ്മുടെ നാടിനെ ഏറ്റവും സുന്ദരമായിട്ടും ശുദ്ധമായിട്ടും സൂക്ഷിക്കുന്നതിന് ഒരു മുതൽക്കൂട്ടാണ്. അതുകൊണ്ട് വികസിത രാജ്യങ്ങളിൽ മാത്രം നമുക്ക് കണ്ടുവരുന്ന ഒരു മാലിന്യ സംസ്കാരത്തിലേക്ക് നമ്മുടെ ഭവനങ്ങളും പരിസരങ്ങളെല്ലാം നടത്തുന്നതിന് ഈ ഒരു നൂതന പദ്ധതിയിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിനായി ശ്രമിച്ച ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും നന്ദി പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. യോഗത്തിന് അധ്യക്ഷ ശ്രീ സിന്ധു കനകുമാർ ഈ യോഗത്തിനിടയിൽ നന്ദി പറയും. യോഗ ഉദ്ഘാടനം ചെയ്ത അവർക്ക് അദ്ദേഹത്തിന്റെ സ്ഥാനത്തിൽ യോഗത്തിന് സ്വാഗതം ആശംസിച്ച പഞ്ചായത്തിന്റെ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് ശ്രീ മാതൃകുട്ടി ഈ യോഗത്തിന്റെ പേരിൽ നന്ദി പറയും. ആരോഗ്യശാലയുടെ ചെയർപേഴ്സൺ ശ്രീ ജാൻസി ബാബു അവർക്ക് ഈ യോഗത്തിന്റെ പേരിൽ നന്ദി പറയും. ഇവിടെ എത്തിച്ചേർന്ന ശ്രീ ജോസ്മാൻ ഉണ്ടെങ്കിൽ ജില്ലാ പഞ്ചായത്ത് അവർക്ക് അദ്ദേഹത്തിന്റെ സാധ്യത നന്ദി പറയും. അതുപോലെ തന്നെ ജില്ലാ ശിക്ഷ കോർഡിനേറ്റർ ശ്രീ ശ്രീശങ്കർ സാറിന് ഈ യോഗത്തിനുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ വികസന ശാഖയുടെ ചെയർപേഴ്സൺ ശ്രീലത അവർക്ക് ഈ യോഗത്തിനുള്ള നന്ദി അറിയിക്കുന്നു. ശ്രീ ജേക്കബ് തോമസ് ക്ഷേമകാര്യ ശാഖയുടെ ചെയർപേഴ്സൺ ഈ യോഗത്തിലുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ ശ്രീ ബെന്നി വടക്കട വൈസ് പ്രസിഡന്റ് ഈ യോഗത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ശ്രീ ജോബി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെ ഈ യോഗത്തിന്റെ നന്ദി പറയുന്നു. ശ്രീ അശോക് കുമാർ കുടുതല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെ ഈ യോഗത്തിന്റെ നന്ദി പറയുന്നു. ശ്രീ ജോമൻ മാത്യു വീഡിയോ ഈ യോഗത്തിന്റെ നന്ദി പറയുന്നു. ശ്രീ ഗോകുൽ സേവ്യർ അദ്ദേഹം എഴുതിയില്ല, അദ്ദേഹം ഈ യോഗത്തിന്റെ നന്ദി പറയുന്നു. ശ്രീ രാജശേഖരൻ വൈസ് പ്രസിഡന്റ് യോഗത്തിന്റെ നന്ദി പറയുന്നു. ശ്രീമതി ജെസി രാജു ഗ്രൂപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യോഗത്തിന്റെ നന്ദി അറിയിക്കുന്നു. ശ്രീ മാതൃകുട്ടി ആന്റണി ഗ്രാമപഞ്ചായത്ത് മെമ്പർ യോഗത്തിന്റെ നന്ദി അറിയിക്കുന്നു. ശ്രീമതി സീമ പ്രകാശ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ യോഗത്തിന്റെ നന്ദി അറിയിക്കുന്നു. ശ്രീമതി സിജി സണ്ണി, ശ്രീ ജോർജ് തോമസ്, ശ്രീമതി ഷാജി ബാബു, ശ്രീ കെ കെ രഘു, ശ്രീമതി ജീന ജോയി എന്നിവർക്ക് യോഗത്തിന്റെ നന്ദി അറിയിക്കുന്നു. ശ്രീ ടോണി മാത്യു ഈയിടെ CPM ലോക്കൽ സെക്രട്ടറി യോഗത്തിന്റെ അവരുടെ എത്തിച്ചേർന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾക്കും നന്ദി പറഞ്ഞു. കൂടാതെ ഈ ഒരു പരിപാടിയുടെ വിജയമാക്കി തീർക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്ന ഘടകസ്ഥാപനത്തിലെ ആളുകൾ, പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥര്, അതുപോലെ അതേ നാട്ടുകാരെ എല്ലാവർക്കും നന്ദി പറഞ്ഞു. കോട്ടയം ജില്ലയിൽ പാമ്പാടി ബ്ലോക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കാർഷിക ഗ്രാമമാണ് അകലക്കുന്നം ഗ്രാമപഞ്ചായത്ത്. 34 സ്ക്വയർ കിലോമീറ്റർ ചെറുകുന്നുകളോടുകൂടി പരന്നുകിടക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെ പ്രധാന വരുമാന സ്രോതസ് കാർഷിക മേഖലയാണ്. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ ഭാഗമായി 2023 നവംബർ 14 നടന്ന കുട്ടികളുടെ ഹരിതസഭയിൽ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സമ്പൂർണ്ണ മാലിന്യമുക്തം ആക്കുവാനും അത് നിലനിർത്തുവാനും എങ്ങനെ സാധിക്കും എന്ന ചോദ്യത്തിന് കുട്ടികളിൽ നിന്നും ലഭിച്ച നിർദ്ദേശപ്രകാരം ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത പദ്ധതിയാണ് ശുചിത്വ ഭവനം, സുന്ദര ഭവനം. അകലക്കുന്നം പഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി പല പദ്ധതികളും ആവിഷ്കരിച്ചു വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് ശുചിത്വ ഭവനം, സുന്ദര ഭവനം എന്ന പദ്ധതി. ശുചിത്വവുമായി ബന്ധപ്പെട്ട് നമ്മളിൽ ചില കുറവുകൾ വ്യക്തികളിൽ, കുടുംബങ്ങളിൽ, സാമൂഹിക ഇടങ്ങളിൽ ചില പ്രശ്നങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്.
അതുകൊണ്ടാണ് ഗവൺമെന്റും പഞ്ചായത്തും ഒക്കെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഏറ്റെടുക്കേണ്ടി വന്നത്. പദ്ധതി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പഞ്ചായത്ത് പരിധിയിലുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി RGSA കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എക്സ്പേർട്ടിന്റെ മേൽനോട്ടത്തിൽ പാഴ്വസ്തുക്കളിൽ നിന്നും നിർമ്മിച്ച കരകൗശല വസ്തുക്കളുടെ പ്രദർശന മത്സരവും ശുചിത്വ ക്വിസ് മത്സരവും നടത്തി. ഈ പദ്ധതിയുടെ ഉദ്ദേശം എല്ലാ ജനങ്ങളിലേക്കും, പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറയിലേക്കും അത് കുട്ടികളിലേക്കും ശുചിത്വ സൗന്ദര്യ ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വീടുകളും വാർഡ് അടിസ്ഥാനത്തിൽ അതത് വാർഡിലെ വിദ്യാർത്ഥികൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ, ആശാ വർക്കർമാർ, ADS CDS അംഗങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരടങ്ങുന്ന 5 അംഗ ടീം വീടുകൾ സന്ദർശിക്കുകയും പ്രത്യേകം തയ്യാറാക്കിയ ചോദ്യാവലിയുടെ സഹായത്തോടുകൂടി മാർക്ക് നൽകുകയും ചെയ്തു. അതോടൊപ്പം ശുചിത്വ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് അവരുടെ പോരായ്മകളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുവാനും പരിഹാരം നിർദ്ദേശിക്കുവാനും സാധിച്ചു. നമസ്കാരം, മീനാക്ഷിയാണ്. മാലിന്യമുക്തം നവകേരളം ക്യാമ്പിന്റെ ഭാഗമായി അകലക്കുന്നം ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ശുചിത്വ ഭവനം സുന്ദര ഭവനം എന്ന പദ്ധതിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അകലക്കുന്നം ഗ്രാമപഞ്ചായത്തിലെ ഒരു അംഗമായിട്ടുള്ള ഞാനും പഞ്ചായത്തിനോടൊപ്പം ഈ പദ്ധതിയിൽ പങ്കാളിയാവുകയാണ്. എൻ്റെ നാടും സമ്പൂർണ്ണ മാലിന്യമുക്തമാവട്ടെ. സർവേ ടീം അംഗങ്ങൾക്ക് കൃത്യമായ പരിശീലനം നൽകുകയും സർവേ ആരംഭിക്കുന്നതിന് മുന്നോടിയായി ജനങ്ങൾക്ക് അറിയിപ്പ് നൽകുന്നതിന് മൈക്ക് അനൗൺസ്മെന്റും സർവേയുമായി ബന്ധപ്പെട്ട ലഘുരേഖകൾ ഹരിതകർമ്മസേന മുഖാന്തരം എല്ലാ വീടുകളിലും വിതരണം നടത്തുകയും ചെയ്തു. കൃത്യമായ ഇടവേളകളിൽ സർവേ ടീം അംഗങ്ങൾ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവരുടെ സംയുക്ത അവലോകന യോഗം ചേരുകയും പ്രവർത്തനം വിലയിരുത്തുകയും ചെയ്തു. 2ാം ഘട്ട സർവേയുടെ ഭാഗമായി എല്ലാ വാർഡുകളിലും 1ാം ഘട്ട സർവേയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച 15 വീടുകൾ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, RGSA പ്രതിനിധികൾ എന്നിവർ അടങ്ങുന്ന 2 ടീമുകൾ സന്ദർശനം നടത്തുകയും ഓരോ വാർഡിൽ നിന്നും മികച്ച 3 വീടുകൾ കണ്ടെത്തുകയും പഞ്ചായത്ത് തലത്തിൽ അനുമോദിക്കുകയും ചെയ്തു. ആശയം എൻ്റെ മനസ്സിൽ വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ കാഞ്ഞിരമറ്റത്തെ സ്കൂളിലെ കുട്ടികൾ ഒരു വേസ്റ്റ് നിറഞ്ഞ ഒരു സ്ഥലത്ത് അവർ വൃത്തിയാക്കി പൂന്തോട്ടം സൃഷ്ടിച്ചു. അതിൽ നിന്നാണ് എനിക്ക് ഇങ്ങനൊരു എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ബോധമുണ്ടായത്, നമ്മുടെ സ്വന്തം ഭവനം നമ്മൾ സുന്ദരമായും ശുചിത്വമായും സൂക്ഷിക്കണമെന്ന്. അകലക്കുന്നം പഞ്ചായത്തിൻ്റെ ഈ പ്രോഗ്രാമായ ശുചിത്വ ഭവനം സുന്ദര ഭവനം എന്ന പ്രോഗ്രാമിന് ഞങ്ങളുടെ യുവജനങ്ങളുടെയും കുട്ടികളുടെയും പേരിൽ ആശംസ നൽകുന്നു. ഈ ടീം അംഗങ്ങളോടുള്ള പഞ്ചായത്തിന്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും കൃതജ്ഞതയും ഈ അവസരത്തിൽ നേരുവാൻ ഈ അവസരം വിനിയോഗിക്കും. ഈ പദ്ധതിയിലൂടെ മാലിന്യ സംസ്കരണത്തിന്റെ പ്രാധാന്യം പുതുതലമുറ ഏറ്റെടുക്കുകയും മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുകയും ചെയ്തു. സർവേ ടീമിന്റെ ഇടപെടൽ മൂലം സമൂഹത്തിൽ ഹരിതകർമ്മസേനയുടെയും നാട് സമ്പൂർണ്ണ ശുചിത്വം കൈവരിക്കുന്നതിൻ്റെയും അത് നിലനിർത്തുന്നതിൻ്റെയും പ്രാധാന്യം എന്തെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുവാനും, ഇതുകൂടാതെ പഞ്ചായത്ത് പരിധിയിലെ വീടുകളിലെ മാലിന്യ സംസ്കരണ ഉപാധികളുടെ കൃത്യമായ കണക്ക് പഞ്ചായത്തിൽ ലഭിക്കുകയും ഇതിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം ഗ്യാപ്പുകൾ കണ്ടെത്തി ആവശ്യമായ പ്രോജക്റ്റുകൾ നടപ്പാക്കാൻ പഞ്ചായത്തിന് സാധിക്കുകയും ചെയ്തു.